എടി ഞാൻ ആ പീടിയന്റെ അവിടുന്ന് പോന്നിക്കാണ്ടേ എന്റെ ഫോണ് ഞാൻ ആ ഹോട്ടലിലേ ചായ കുടിച്ചപ്പോ മറന്നച്ചല്ലോ. എന്താ ഇപ്പൊ നീ കാട്ട് നബീസുവാ? എത്ത് കാട്ടാനാ പോയി എടുത്തോടുന്നാളി. നിങ്ങളെ മുതലൊക്കെ അങ്ങനെ തന്നെ എവിടെയും ഇട്ട് മറന്നു പോരും. ഇനി നബീസു അവിടറ്റം പോണ്ട കാര്യം ആലോചിച്ചിട്ടാണ്, അല്ലാച്ചപ്പോ അവിടെ പോണ്ടീന് മടി ഉണ്ടായിട്ടൊന്നും അല്ല. ആഴ്ച മൂവായിട്ട് എന്റെ ഫോണിക്ക് വിളിച്ചിരുന്ന നബീസോ, എന്റെ ഫോണിക്ക് നീ വിളിച്ചക്കൂടോന്നാവും, അവിടെ മറന്നല്ലേ? ഇന്റെ ഫോണിക്കൊന്നും ആഴ്ചമ്മ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഫോൺ അടിച്ചിട്ടൊന്നും കേട്ടിട്ടൊന്നുമില്ല ഓള് വിളിച്ചത്. ഞാൻ എന്നാ നബീസോ പീടിയന്റെ അടുക്കണ്ട് ഇറങ്ങി നോക്കട്ടെ, ആ സാധനം എടുത്ത് പോരും ചോദിച്ചാലോ ഫോണ്. പിന്നെ എനിക്ക് വല്ല സാധനം കൊണ്ടുവരാനുണ്ടോ? എന്നാ ഇനിയിപ്പൊ പോയിക്കാട്ട് ഇനി ഒന്നും കൂടി വന്ന് പിന്നെയും പോവാൻ നിക്കണ്ടല്ലോ. എന്തേലും ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാളെ. ഇച്ച് സാധനത്തിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളെ വേഗം പോയിക്കാണ്ട് ആ ഫോൺ എടുത്തോടുന്നാളി. ആരേലും കഴിക്കപ്പെട്ടാലേ അത് ഇനി കിട്ടൂല. എന്നാ നബീസോ ഞാൻ പോയി നോക്കട്ടെ. ഇനി അവിടെ പറ്റാൻ നടക്കേണ്ട കാര്യം ആലോചിച്ചാൻ പറ്റാത്തത്. ഹലോ ഞാനേ ഇന്നെന്താ രാവിലെ തന്നെ ജീരക സോഡ കുടിക്കണേ? ചായ ഒന്നും വേണ്ടേ? ഞാന് മജ്ജാക്ക ഒരു കുടിരിക്കൽ കഴിഞ്ഞാണ്ട് വരികയാണ്. നല്ല തിന്നില്ലേ? നല്ല തിന്നു. കുഞ്ഞോനെ അന്നെ കണ്ടപ്പോഴൊക്കെ ഓർമ്മ വന്നത്, പിന്നെ സംസ് ഇവിടെ ഇങ്ങനെ പിന്നെ ഇരുന്ന് ചായ കുടിക്കുന്നു. അപ്പോഴാണ് വീരാങ്കാക്ക വന്നത്. വീരാങ്ക വന്നപ്പോൾ അന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ സംസ് കൊണ്ട് മൂട്ടി കൊടുക്കുന്നത്. എന്താ മജ്ജാക്ക എന്നെ പറ്റി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? വല്ലതും കേട്ടോ? എന്താ പറഞ്ഞത് ഞാൻ ഇവിടെ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ ഓരോ പണിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ സംസുവിൻ്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാതിരിക്കുക നല്ലത്. ഓൻ അങ്ങനത്തെ ഒരു ഉടായിപ്പാ. ഓൻ അങ്ങനെ തന്നെയാണ്. ഒരു കോൽമ കുത്തിയാണ്. ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത് ഇവിടെയും പറയും. ഓൻ്റെ ഒന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യാണ്. എടാ എൻ്റെ ഗൾഫ് പോക്ക് എന്താ മുടങ്ങിയെന്ന് പറഞ്ഞിട്ട്? എൻ്റെ പോക്ക് തുമ്പില്ലാതായി. മെഡിക്കലിൽ പൊട്ടിയതാണ്. വീരാങ്കാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് വീരാങ്ക അതാ വരുന്നത്. ഫോൺ ഇവിടെ മറന്നു വെച്ചിരിക്കണേ രാവിലെ. അത് എടുക്കാൻ വേണ്ടി വരേക്കാരം. മജിയാ, ഞാൻ എന്റെ ഫോണടാ രാവിലെ മറന്നു വെച്ചിരുന്നല്ലോ. ഇവിടെ കിട്ടിയ എനിക്ക് വീരാങ്ക ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ മറന്നു വെച്ച് പോയതല്ലേ? വിളിക്കാൻ ഒരു മാർഗം ഇല്ലാത്തോണ്ട് ഫോൺ ഇതാ ഇവിടെ ഉണ്ട് കേട്ടാ. ആരാ മജീദ് എങ്ങനെ കണ്ണ് കാണാതെ പത്രം വായിച്ചണു? ആരാ പോത്? വീരാങ്ക ഞാനാണ്. അന്നെ ഞാൻ ഒന്ന് കാണച്ചിട്ട് നിക്കുന്നു. ഇന്റെ സുക്കൂറിന്റെ പിന്നാലെ നടന്നിക്കാണ്ട് ഇജ്ജ് കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട ഇജ്ജാണില്ലേ? ഓന് കോട്ടയത്ത് എടുത്തു കൊടുക്കലും ഓന് പേരെടുത്ത് കൊടുക്കലൊക്കെ അതിന്റെ ആളായിട്ട് ഇജ്ജാ നടക്കണ്ടേല്ലേ? ഇജ്ജ് എന്താ വിചാരിച്ചിട്ടുണ്ടത്? ഇജ്ജ് ഇന്ന മക്കാറാക്കി നടക്കുക. ഓനിച്ച് അങ്ങനെ പേരും കൂടി ഉണ്ടാക്കി കൊടുക്കണ്ട. അത് ഇന്റെ ചിറ്റോർത്ത് തന്നെ എനിക്ക് മാണേനും. വേറെ എവിടെയും പോയിട്ട് ആലോചിച്ചാൻ പറയും ഓനോട്. വീരാങ്ക ഓന്റെ കുട്ടികളെ ഇവിടുത്തല്ലേ പഠിച്ചിന്. അതുകൊണ്ട് നിങ്ങളെ പേരന്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ ചേട്ടാ ഞാൻ പറഞ്ഞത് ഓനോട്. അല്ലാതെ നിങ്ങളെ വക്കാറാക്കാൻ വേണ്ടിട്ടല്ല. ഇജ്ജ് ഓന്റെ കുട്ടികളെ പഠിപ്പും കാര്യങ്ങളൊന്നും ഇജ്ജ് നടത്തണ്ട. അതേമാതിരി ഓനെ പേരും കൂടി ഇജ്ജ് ഉണ്ടാക്കും വേണ്ട. ഓന്റെ ബാപ്പായിട്ട് ഞാൻ നടത്തിക്കൊണ്ടെല്ലാം. ഇജ്ജ് ഓന്റെ പിന്നാലെ പാലും പിടിച്ച് നടക്കുകയാണ് തോൽച്ചിയ. ഇജ്ജ് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ പേരിട്ട കാര്യം നോക്കേ. എന്നിട്ട് ഇജ്ജ് എന്റെ മക്കളെ നോക്കിയാൽ മതി. ഓള് വലിയ ആള് അങ്ങാടി ഇരുന്ന് കണ്ട് ഞാനവിടെ പറയിപ്പിക്കണ്ടാച്ചിട്ടാണ്. ആൾക്കാർ കേട്ടാ എന്ത് നന്നു? അയാളെ വർത്തമാനം കേട്ടാലേ അയാൾ വലിയൊരു മനുഷ്യൻ. അയാൾ ആ തൊപ്പിയും താടിയും കണ്ടാലേ അയാൾ വലിയ ദീനച്ചിട്ടിയിൽ ഇറക്കുക വിചാരിച്ചൊക്കെ ഞങ്ങള്. പെരിയില് മഹാമോശമാണ് അയാള്. അല്ല ആഴ്ചമല്ലേ നിക്കണ്ട്? എനിക്ക് എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? തെച്ച് മൊയ്തുട്ടിയല്ലേ? നമ്മളിപ്പം പഠിച്ചല്ലേടാ. എന്ന് ഇങ്ങോട്ട് വന്നിരുന്നു? ഇപ്പൊ എന്റെ പെരേക്ക് പോവാ? ഞാനെടാ എന്നെ കെട്ടിച്ചോടത്തേക്ക് പോവാണ്. ഇവിടെ വന്നിട്ട് 2 ദിവസം അയക്കണേ. കാക്ക എന്നെ ഇവിടെ കൊണ്ടേ ഇറക്കി പോയതാ. കുറേ നേരമായി വണ്ടി കാത്തിക്കണം ഇറങ്ങിയിട്ട്. ഇതുവരെ വണ്ടി വന്നിട്ടില്ല. എത്ര ആഴ്ചമോ എന്റെ മാപ്പിളൊക്കെ ദുബായിക്കാരനായിരുന്നല്ലോ. ഇപ്പൊ പോക്കൊക്കെ നിർത്തിയോ? ഏണ്ണി പുതിയാപ്പിളൊക്കെ എന്ന് ഗൾഫ് നിർത്തിക്കണേ. ഇപ്പൊ 2 പൈക്കളേറ്റ് നടക്കും. കുട്ടികളെന്താ ചെയ്യണ്ട്? ചെറിയോന് ഇവിടെ എൻ്റെ നാട്ടിലുണ്ട്. പിന്നെ വലിയോനാണെങ്കിൽ ഗൾഫിലും അല്ലേ. മോളെന്നെ കെട്ടിച്ചിക്കണേ. എന്റെ വലിയ ആങ്ങളുടെ നിന്ന് മരുവോള് പണ്ടെടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടു. എന്താ അതിന്റെ സ്ഥിതി? ഇജ്വല്ലോ അറിഞ്ഞേക്കണോ? ഇജ്ജിപ്പോ ഇവിടുത്തെ വലിയ പള്ളി സെക്രട്ടറി ഒക്കെ അല്ലേ. ഇത് എൻ്റെ അടുത്ത് ഈ വിവരമൊന്നും ഇല്ലേ? ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞേക്കണു. പക്ഷെ ആങ്ങളുടെ കാര്യം വെച്ച് കുറേ കൂടെ ഒക്കെ അറിയാലോ വെച്ചിട്ട് ചോദിച്ചാണ്. പണ്ടൊക്കെ കിട്ടിക്കണേ. എൻ്റെ നാത്തൂന് കുടുംബറിൽ നിന്ന് കിട്ടിക്കണേ. എൻ്റെ ആങ്ങളി നാത്തൂന് എന്നോട് ആരോട് പറയാൻ അറിഞ്ഞതാ. കിട്ടിക്കണോ? ആ മരുവോളെ പേർക്കൊക്കെ കിട്ടിയിരുന്നു. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കണം. എടാ ഞാനേറ്റ പറഞ്ഞെന്നേറ്റ പറയണ്ടട്ടാ. ഇജ്ജ് എവിടുന്നേം കേട്ടെന്ന് പറഞ്ഞാൽ മതി. നോക്കടാ ബസ് വരണുണ്ട് കേട്ടാ. ഞാൻ പോയാലോ? ഇനി നമുക്ക് പിന്നെ കാണാം. സുക്കൂറേ അനക്ക് ആരിക്കോ ചവിടക്കണു? ഞാൻ കേറുന്നില്ല അമ്മ. അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവണ്ടേ. പിന്നെ സുക്കൂറേ ആ മാല കിട്ടിക്കണടാ. ഇജ്ജ് ഓളോട് പറയോണ്ടി. ഇജ്ജ് അത് കിട്ടിയതിന് ശേഷം ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഓളിയും കൊറേ പറഞ്ഞില്ല ഞാനും ഉപ്പിയൊക്കെ. മാല കിട്ടിയത് ഞാൻ അറിഞ്ഞേക്കണു അമ്മ. അതൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഓളും അറിഞ്ഞേക്കണു. അതൊന്നും സാരമില്ല. അനക്ക് എപ്പോ വന്നാലേ അർജന്റാണ്. ഒന്ന് കയറും കൂടി ഇല്ല ഇജ്ജ്. അനക്ക് പോന്നപ്പോ ആ കുട്ടികളായിട്ട് പോന്നൂടേനാ.
അറ്റങ്ങളെയൊക്കെ കാണാൻ പൂതിയായിക്കണു. ഓരോ വന്നോളൂ എപ്പോഴെങ്കിലൊക്കെ അമ്മ. പിന്നെ ഞാൻ വന്നത് എന്താ വെച്ചാലേ ഞാൻ നാളെ പോവാണേ ദുബായിക്ക്. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. എമ്മാനുട്ടിനെ പോക്ക് ശരിയായാ? ആ പറമ്പത്തെ ചെക്കനും ഇല്ല എൻ്റെ ഒപ്പം? ഓ ഇല്ലമ്മ, ഓന് മെഡിക്കൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഓനക്ക് പോരാൻ പറ്റൂല. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. പിന്നെ ഇപ്പോൾ പരിചയക്കാരെങ്കിലൊക്കെ ഉണ്ടാവും ആ ഫ്ലൈറ്റിലാണ് കയറുമ്പോഴേ. മാനുട്ടിയെ നോക്കി പോകോണ്ടിട്ടാ. പിന്നെ അവിടെ എത്തിയിട്ട് ഉമ്മാക്കൊന്ന് വിളിച്ചോണ്ടിച്ച് ചെറിയ സമാധാനം ഉണ്ടാവൂല നീ അവിടെ എത്തോളം. പിന്നെ ഇപ്പാനെ കണ്ടുകാണ്ട് ചെന്ന് പോക്കൊന്ന് പറയും വേണട്ടാ. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഇപ്പാനെ എവിടെന്നെങ്കിലും കാണുമ്പോൾ പറഞ്ഞോണ്ടമ്മ. പിന്നെ ഞാൻ ഇറങ്ങണ നേരത്തേക്ക് നിങ്ങളൊന്നാണ്ട് വരുമോ? ഇച്ചടാ ഇജ്ജ് ഇറങ്ങണ്ട് കാണാനൊക്കെ പൂതിയൊക്കെ ഉണ്ട്. ഞാനേ ഇപ്പാനോട് ചോദിച്ചിട്ട് ഇപ്പം അയച്ചെങ്കിൽ ഞാൻ വരണ്ടിട്ടോ. ഇപ്പാനോട് ചോദിച്ചിട്ട് ഇപ്പം സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ വരുമോണ്ടിമ്മ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിക്കണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ. എനിക്ക് വേണ്ടി ദ്വാരിക്കണം. എത്ത ഉമ്മാക്ക് പൊരുത്തപ്പെടാന്? ഉമ്മാൻ്റെ കുട്ടിയൊക്കെ 5 വക്തിയിലും ഉമ്മ ദ്വാരക്കലുള്ളൂ. പിന്നെ ഇജ്ജ് പോയിക്കാണ്ട് നന്നായി വാ. വലൈക്കും അസ്സലാം. എന്റെ കുട്ടി എവിടെ നിന്ന് വരുന്നു? ഞാൻ അവിടെ കാരണോലെ പെരിയിൽ പണിക്കാരുണ്ട്, അവിടെ പോയി കണ്ടു വരികയാണ്. ആ അവിടുന്ന് മേട്ടൊക്കെ ഇങ്ങനെ കേൾക്കലുണ്ട്. ഓനക്കൊരു നന്നാ കുടിയിരിക്കാൻ ഉണ്ടാവും ഇക്കാരം. ആ കുടിയിരിക്കണം വെച്ചിട്ട് തന്നെയാണ് ഓൻ വരുമ്പോത്തിന് കുടിയിരിക്കണം വെച്ചിട്ട് ഇതിപ്പോ പണി കജ്ജണില്ല. പൊന്നാര മനെ പണിക്കാരെ കാര്യമൊന്നും പറയല്ലേ. ഇപ്പൊ എന്റെ ആ മൂലോടെ പൊട്ടി തമറിനൊക്കെ ആകെ വെള്ളം തുടങ്ങിയിട്ട് കുറെ ദിവസമായിരിക്കും ഇതുവരെ വന്നിട്ടില്ല. അല്ല നിങ്ങളൊരു കോട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലേ, നിങ്ങളെ മരുവൻക്ക മോക്ക അരക്കേറ്റ് അത് ഹൈസ്കൂളിന്റെ ബാക്കിൽ ഒന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലെന്നാ. ആ എന്റെ കുട്ടീനോട് ഞാൻ ആ കാര്യം പറയാൻ വിട്ടേക്കണു. ഓനെ മരുവാനെ സുക്കൂർ പോവുകയാണ്. ഇപ്പം നാളെ പോകുന്നാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പം ഇപ്പോൾ കുട്ടികളെ അവിടെയും പണി കൊണ്ടുപോയിടാൻ പറ്റൂല. അപ്പോൾ ഓർക്ക് ഇനി ഇവിടെ നിൽക്കാൻ എൻ്റെ അടുത്ത് നിൽക്കാണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തീരുമാനിച്ചേക്കേണ്ടത്. എന്നാ പിന്നെ പോകാം, അതിപ്പോ ഇനി നമ്മൾ നോക്കണ്ട. ഞാൻ പോയോ പെട്ടെന്നാ. ഹോട്ടലിൽ മജീദാക്ക പറഞ്ഞു ഇപ്പം എന്താ എന്നിട്ട് ഹോട്ടലിട്ട് ചീത്ത പറഞ്ഞു. എന്താ സംഭവം? എൻ്റെ അപ്പാക്കേ എന്നെ ഭയങ്കര ഈറായിക്കണം. ചെയ്ത്താൻ കുരിശണ്ട മാതിരി അപ്പം എന്നെ കണ്ടാൽ. ഞാൻ ആ ഒരു കുടിയിരിക്കലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിക്കാണ്ട് വന്നിക്കാണ്ട് ആ മജീദാക്കാൻ്റെ വീടിന്ന് ഒരു സോഡ കുടിച്ച്. അപ്പോൾ ഇയാളുടെ ഫോണെന്താ എൻ്റെ അപ്പാടെ ഫോണെന്താ മറന്നുവെച്ചുകാണ്ട് അവിടെ വന്നേക്കാം. ഞാനവിടെ പേപ്പർ അയച്ചു, ചെറിയൊരു ഇതുണ്ട്, വേട്ടിയുണ്ട്, കാണണ്ടെന്നുള്ള അണ്ടീസല്ലേ. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ കണ്ടിങ്ങനെ ഇയാളിനെ കണ്ടു. പിന്നെ എത്തൊക്കെയാ തൊള്ളി തോന്നിക്കാണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് ആ കോട്ടേഴ്സ് എടുത്തു, എൻ്റെ പേരൻ്റെ മുമ്പിൽ കോട്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടികളെ ഒരു മർസറി സ്കൂളും പഠിച്ചല്ലേ, അപ്പോൾ അവിടെ പേരൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ, ഇനി വെട്ടി ചേർക്കേണ്ട ആ കണ്ടീഷനല്ല ഞാൻ പറഞ്ഞത്. മജീദാക്ക എന്നോട് പറഞ്ഞേ ഇജ് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല. ആ നന്നായി. പിന്നെ ഇപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ വെച്ചിട്ട് ഇച്ചിനോടൊന്നും വിചാരിച്ചരുത് കേട്ടോ. ഇപ്പാൻ്റെ സ്വഭാവം എനിക്ക് അറിയില്ലേ, എൻ്റെ അതേമാതിരി. ഇജ്ജ് അറിയുന്ന മാതിരി തന്നെ എൻ്റെ അപ്പാനെ ഞാനും അറിയില്ലേ. ഞാൻ എൻ്റെ അപ്പാൻ്റെ മാതിരി തന്നെ എൻ്റെ അപ്പാനും കണക്കൂട്ടിയിട്ടുള്ളൂ. മൂപ്പർക്ക് എന്നോട് ഈറുണ്ടെങ്കിലും എനിക്ക് എന്നോട് ഒരു ഈറിയില്ല ചേട്ടാ. പോകണ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. ആദ്യം ഇജ്ജൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. പെരിയൊന്നും അതേമാതിരി തന്നെ പെണ്ണുങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞോനുണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ടേന്നൊക്കെ ആലോചിച്ചാൽ മതി. ഒറ്റയ്ക്ക് പോണ കാര്യം എൻ്റെ പോക്കാണെങ്കിൽ അത് നടന്നതുമില്ല. ഇപ്പം ഒന്നും ആലോചിച്ചണ്ട. കുട്ടികളായിട്ട് കാണു പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും സങ്കടം. അഞ്ഞ് നോക്കണ്ട, ഇജ്ജ് കണ്ണും ചിമ്പിക്കാണ്ട് ഇറങ്ങിക്കോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ട്. ഇജ്ജ് പോളെ തുണി കുപ്പായൊക്കെ എടുത്താ? തുണിയും കുപ്പായൊക്കെ എടുക്കായി ഓടുന്ന കുഞ്ഞിനെ പൈസ എനിക്കറിയില്ല. ഉള്ളത് തന്നെ നമ്മൾ നുള്ളിപ്പറക്കി കണ്ടാണ് വിസക്കും ടിക്കറ്റിൻ്റെ കൊടുത്തത്. ഇപ്പം ഉള്ളതൊക്കെ ഇട്ട് കണ്ടാണ് പോകണം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്നില്ല. കുറച്ച് പൈസ പെരയിലും കൊടുക്കണ്ടേ, കുട്ടികൾക്ക് വല്ല സോക്കടോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആസ്പത്രിക്ക് കൊണ്ടാൻ ഓളെടുത്ത് പോടുന്ന പൈസ. തുണിയും കുപ്പായൊന്നും വേണ്ട, അങ്ങനെയാണ് പോവുക. ഞാൻ എന്നോട് പറയാൻ നിൽക്കുകയായിരുന്നു, കുട്ടികൾക്കുള്ള പൈസ എന്തായാലും അവിടെ ഏൽപ്പിച്ചണം. അയാൾക്കിപ്പോൾ ആ കുട്ടികൾക്കും ചിലവിനും എന്തെങ്കിലും സോക്കടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആസ്പത്രി കൊണ്ടുപോകാനും ഉണ്ടാവില്ല. അയാൾക്കിപ്പോൾ അതിനുള്ള വരുമാനമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇജ്ജായി ഏൽപ്പിച്ചേ. പിന്നെ എൻ്റെ പോക്ക് അതാണ് തുമ്പില്ലാതായി. അതിനിപ്പോൾ അങ്ങനെ പോട്ടെ, ഇജ്ജ് പോയി ഉസാറായി വാ. ഞാനേ അതിൽ കുറച്ച് പൈസ ഉണ്ട്, ഇജ്ജ് കൈക്ക വെച്ചോ, അത് എനിക്ക് ഉപകാരപ്പെടും. ഈ പൈസക്ക് ഇജ്ജ് തുണി കുപ്പായി എടുക്കണം, നല്ല രീതിയിൽ തന്നെ ഇജ്ജ് പോകണം. കുഞ്ഞോനെ ഞാൻ എനിക്ക് കുറേ പൈസ തരാഞ്ഞടാ. എന്താവശ്യത്തിനും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇജ്ജാണ് പൈസ തരല്. എൻ്റെ അടുത്ത് ഇനി ഉണ്ടായിട്ട് ഞാൻ എന്ന് എനിക്ക് തരാം തിരിച്ച്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കൂട്ടുകാരായിട്ട് എന്തിനാണ് ജീവിക്കുന്നത്? ഇങ്ങനത്തെ ആവശ്യത്തിനല്ല നമുക്ക് പൈസയും കാര്യമൊക്കെ വേണ്ടത്. പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ.
ധൈര്യമായിട്ട് പോയി നന്നായി വാ, എല്ലാ സങ്കടവും തീരും ഇൻഷാ അല്ലാ. ശുക്കൂറേ ഇജ്ജ് കരല്ല. നമ്മൾ ആണുങ്ങൾ എന്ത് വിഷമമുണ്ടെങ്കിലേ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കണം, നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്നോട് കാര്യം പറയാനുള്ളതേ, എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഇത് പറയണം കേട്ടാ. കാരണം ഓരോട് പറയാതെ നമ്മൾ പോയാലേ നമുക്ക് ഒരിക്കലും ഒരു കുറ്റം കിട്ടൂല. അതുകൊണ്ട് ഓരോട് പറയണമെങ്കിൽ പറഞ്ഞിട്ട് പോകണം, എത്ര ഈറുണ്ടെങ്കിലും. ഞാൻ പെരയിൽ പോയിന് കുഞ്ഞോനെ. ഇപ്പാനെ കണ്ടില്ല, ഇപ്പോൾ അവിടെ ഇല്ല. ഇമ്മാനോട് ഞാൻ പോക്കൊക്കെ പറഞ്ഞു. ഇമ്മനോട് പറഞ്ഞു ഇപ്പാനോട് കണ്ട് പറഞ്ഞിട്ടേന്ന്. ഇപ്പാനെ കണ്ട് പറയാൻ പോതിയില്ലാഞ്ഞിട്ടൊന്നല്ല, ഇപ്പാക്കിൻ്റെ മോറ് കാണാൻ കയറാൻ എനിക്കറിയില്ല. എന്നാലും വേണ്ടിയില്ല, എന്തായാലും ഇപ്പാനോട് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഇജ്ജ് പറഞ്ഞ മാതിരി ഓല കുരുത്തും പൊരുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളിനി എത്ര നയിച്ചിട്ടും കാര്യമില്ല, നമുക്കൊന്നും ഉണ്ടാവില്ല കുഞ്ഞോനെ. അപ്പൊ ഫോണ് കിട്ടിയാ? ഫോണൊക്കെ കിട്ടി നബീസോ. ഫോണ് കിട്ടല് മാത്രല്ല, ആ പറമ്പിൽ ആ കുഞ്ഞാഞ്ചക്ക ഉണ്ടല്ലോ, ഓനെയും കണ്ടു. ഓനോട് 2 ഭർത്താനും പറഞ്ഞേക്കണു. ഓനെ എൻ്റെ സുക്കൂറിന് കോട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കോട്ടേഴ്സ് കച്ചവടക്കാരനല്ല ഓനെ ഇന്റെ നടിലേക്ക് കയറാൻ വേണ്ടിയുള്ള പരിപാടി എടുക്കുകയാണ്. എന്തിനാ മനസ്സങ്ങള് ഈ എല്ലാരോടും ഇങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്? നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ആർക്കും കണ്ടുകൂടാ. കാര്യം പറഞ്ഞ നബീസോ, ആർക്കും കണ്ടുകൂടായി ആവും. ഞാൻ ഓനോട് പറഞ്ഞതേ സുക്കൂറിനെ ഇന്റെ ഈ ഇമ്മരത്തേക്ക് ഒരു കോട്ടേഴ്സ് എടുത്ത് കൊണ്ടുവരാന്നാണ്. അത് പറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റ് ഇജ്ജ് പറയേണ്ടത്? അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. സുക്കൂർ നാളെ ദുബായിക്ക് പോവാണ്. പോക്ക് പറയാൻ വേണ്ടിട്ട് ഓൻ ഇങ്ങോട്ട് വന്നീനു. പോക്ക് പറയാ പോവാൻ അങ്ങോട്ട് വന്നീന നബീസോ. എന്നാ ഇന്റെ മുന്നിക്ക് പോവാൻ വന്നിട്ടില്ല. ഓന് മാണെങ്കി പറഞ്ഞോട്ടെ, ഓന്റെ വാപ്പല്ലേ ഞാന്. ഓന്റെ മുന്നിക്ക് വരൂല, ഓൻ എന്നെ പേടിയാണ് നബീസോ. നിങ്ങളെ പേടിയില്ലാതിരിക്കോന്? നിങ്ങളെ ഓനോട് നല്ല ശരിക്കൊരു വർത്താനം പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം ഓൻ ചോദിച്ചു, ഈ വണ്ടിയേ നാളെ ഓന് എയർപോർട്ടിക്ക് പോകാൻ വേണ്ടിട്ട് തരുമോന്ന്. ഈ വണ്ടിയേറ്റേ ഓന് എയർപോർട്ടിക്ക് പോണെന്നോ? ഇത് അബ്ബാസേ അവിടെ നയിച്ചുണ്ടാക്കി കായേറ്റ് ഓൻ വാങ്ങിയതാണ്. ഇനിയിപ്പോ ഓനും ദുബായിക്ക് പോവല്ലേ എന്റെ സുക്കൂറ്. ഓനോടേ നയിച്ചുണ്ടാക്കിക്കാണ്ട് ഒരു കാറ് വാങ്ങാൻ പറയേ. എന്നാ പിന്നെ ഞാൻ അടുത്ത കുറി പോകുമ്പോഴേ ഓന്റെ കാറ് തന്നെ പോവാലോ. ഈ കാറ് ഓനോട് കൊണ്ടോണ്ടാന്ന് വെച്ചേ ഓന് വിളിച്ച് പറഞ്ഞാണ്ടിട്ടോ. ഓനോട് വല്ല ഓട്ടോറിച്ച ഉണ്ടാവും ഉച്ചക്കറ ഏതെങ്കിലും, അത് വിളിച്ചുകാണ്ടേ പെട്ടിയൊക്കെ കയറ്റിക്കാണ്ടാണ് പോവാൻ പറഞ്ഞാളെ എയർപോർട്ടിക്ക്.